ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 25 ഈ ദിവസത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യാപുസ്തകം 21-ാമത്തെ അധ്യായമാണ്. വളരെ രസകരമായിരിക്കുന്നൊരു അധ്യായമാണിത്. നാമൊക്കെയും പലപ്പോഴും ലംഘിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പുരോഹിതന്മാരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ ദുർഘട സമയങ്ങളിൽ, ദുഃഖസമയങ്ങളിൽ പെരുമാറേണ്ടത്. ഉദാഹരണമായിട്ട് അവരുടെ മാതാപിതാക്കൾ, സൗരങ്ങൾ മുതലായവരെ മരിച്ചാൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, പറയുന്നത് അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്നാൽ, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുത്തൻ്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവനെ മലിനാകാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റാളുകൾക്ക് ചെയ്യുവാനായിട്ട് അനുവാദമുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ ആരെങ്കിലും മരിച്ചാൽ, അയൽവക്കത്ത് മരിച്ചാൽ, പരിചയമുള്ളവർ മരിച്ചാൽ ആ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് സാധാരണ സംഭവമാണ്. എന്നാൽ പുരോഹിതനെ പറ്റി പറയുമ്പോൾ പുരോഹിതന്മാർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യമല്ല. അവിടെ വളരെ രക്തബന്ധത്തിൽപ്പെട്ടതായിരിക്കുന്ന സ്വന്തപ്പെട്ടവർ, സഹോദരനോ സഹോദരിയോ അതുപോലെ അമ്മയോ അപ്പനോ ഒക്കെ മരിച്ചാൽ മാത്രമേ അവർക്ക് ശവത്തിനടുക്ക് പോവുകയും അത് തൊടുകയും ഒക്കെ ചെയ്യുവാനുള്ളതായിരിക്കുന്ന അനുവാദമുള്ളൂ. അല്ലാതെ അനുവാദമില്ല. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത്. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കയാൽ. അപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ പ്രമാണികളായവർ എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ നേതാക്കന്മാരായവർ, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മൂപ്പന്മാർ, ഡീക്കന്മാർ, മിഷണറിമാർ മുതലായിരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ ആത്മീയ കാര്യങ്ങളിൽ നേതാക്കന്മാരായിരിക്കുന്ന, ലീഡേഴ്സായിരിക്കുന്ന ആളുകൾക്ക് പരിമിതികളുണ്ട്. മറ്റുള്ളവരെ പോലെ തങ്ങളെ തന്നെ അശുദ്ധരാക്കുവാനായിട്ട് പാടില്ല. കാരണം അവരെ നിരന്തരം ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്, നിരന്തരം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവർ അശുദ്ധരായി തീർന്നാൽ എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് തന്നെ സാധാരണ സമൂഹത്തിൽ പതിവുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇസ്രായേലിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ അന്യജാതികളുടെ കൂട്ടത്തിലും ബന്ധപ്പെട്ടവർ മരിച്ചാൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. തലമുടി പഠിക്കും, താടിയുടെ അറ്റം കത്രിക്കും, ശരീരത്തിൽ മുറിവുണ്ടാക്കും. എന്നാൽ പറയുകയാണ്, ഇസ്രായേലിൽ ദൈവത്തിൻ്റെ നേതൃത്വത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അല്ല, തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. അതാണ്, അവരെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. ഇപ്പോൾ ചില മതങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരും മരിച്ചാൽ അവരുടെ തലമുണ്ടനം ചെയ്യണം. ഇസ്രായേലിൽ അത് അനുവദനീയമല്ല, ക്രിസ്ത്യാനികൾക്കും അത് അനുവദനീയമല്ല. അപ്പനോ അമ്മയോ ബന്ധപ്പെട്ടവരോ മരിച്ചുകൊണ്ട് തലമുണ്ടനം ഒന്നും ചെയ്യാനൊക്കില്ല. വേറെ ചിലയിടത്ത് മുടി വികൃതമാക്കി തീർക്കും, പഠിച്ച് ഒരു സൈഡ് മാത്രം പഠിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വികൃതമാക്കി. ചിലർ പച്ച കുത്തുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും, മുറിവുണ്ടാക്കും, ശരീരത്തിൽ കൊടുവാൾ കൊണ്ട് വെട്ടി മുറിക്കുന്നത് പോലെ മുറികളുണ്ടാക്കും. അതൊന്നും ദൈവജനത്തിന് അനുവാദമുള്ളതല്ല. കാരണം അവർ ദൈവത്തിൻ്റെ യാഗം കഴിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവിക ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം അവർക്ക് പാടില്ല. അതുപോലെ രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന അംഗവൈകല്യവും ചർമ്മരോഗമുള്ളവർക്ക് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് വിലക്കുണ്ടായിരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ളത്, മൂക്ക് പതിഞ്ഞവരെ, അതുപോലെ മുടന്തുള്ളവരെ, കൈകാലുകൾ ഒടിഞ്ഞവർക്ക്, ചർമ്മരോഗങ്ങളുള്ളവർക്ക് ഒന്നും അവർക്ക് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിനെല്ലാം കാരണം പറയുന്നത് അവർ ദൈവജനത്തിൻ്റെ ലീഡേഴ്സാണ്, ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ ഒരാൾ നിൽക്കുമ്പോൾ ജനങ്ങൾ അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ പ്രമാണമെന്ന് പറയുന്നത്. ദൈവജനം അവരെ ബഹുമാനിക്കണം. ഇന്നിപ്പോൾ ഒരാൾക്ക് ചർമ്മരോഗം ഉണ്ടെന്ന് വിചാരിച്ചൊന്നും ദൈവജനം ഒരുപക്ഷെ ബഹുമാനിക്കാതിരിക്കുകയില്ല. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ വൈകല്യം വന്നാൽ, നമ്മുടെ പ്രവൃത്തിയിൽ വൈകല്യം വന്നാൽ, നമ്മൾക്ക് മോറൽ ഡിഫൈൽമെൻറ്റ് വന്നാൽ, ധാർമ്മികമായിരിക്കുന്ന മൂല്യച്യുതി വന്നാൽ അവരെ ദൈവജനം ബഹുമാനിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള അനുവാദമില്ല. അപ്പോൾ പഴയ നിയമകാലത്തെ ബാഹ്യമായിരിക്കുന്ന അയോഗ്യതകൾ വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്ത് ആന്തരികമായിരിക്കുന്ന അയോഗ്യതകളാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്. അപ്പോൾ പുതിയ നിയമകാലത്ത് ദൈവത്തിൻ്റെ മഹാകരുണയാൽ ബാഹ്യമായിരിക്കുന്ന നിബന്ധനകൾ ദൈവം അങ്ങനെ വെച്ചിട്ടില്ല. ചൊറിയുള്ളത് കൊണ്ടും പൊരിച്ചുണങ്ങുള്ളത് കൊണ്ടും ആരും കർത്താവിൻ്റെ സന്നിധിയിൽ തള്ളിക്കളപ്പെടുന്നില്ല. പക്ഷേ ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയും ദൈവങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണ്. കർത്താവിൻ്റെ ദാസന്മാർ ആവോളം ശുചിത്വവും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്. പഴയ നിയമം ഒരു നിഴലാണ്. അതിൽ വെക്കിയിട്ടുള്ള ശാരീരിക അയോഗ്യതകൾ പാപസംബന്ധമായ കാര്യങ്ങളുടെ നിഴലാണെന്നാണ് നാം വിചാരിക്കേണ്ടത്. പൊതുവായ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് നിർബന്ധമുണ്ട്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്നാണ്.
ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ അവർ പാളയത്തിനുള്ളിൽ ബാഹ്യത്തിന് പോകാൻ പാടില്ല, ബാഹ്യത്തിന് പോകുന്ന പാളയത്തിന് പുറത്ത് ഉള്ള സ്ഥലത്ത് വേണം. അങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു പാര കൂടെ കൊണ്ടുപോകണം, ഒരു കുഴി കുഴിച്ച് വിസർജനം അതിലിട്ട് മൂടിയിട്ട് വേണം പോരാനെന്നുള്ളതാണ്. അതിന് പറഞ്ഞ ന്യായം നിങ്ങളുടെ ദൈവമായ യഹോവ പാളയത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ പാളയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നാം വിശുദ്ധരായിരിക്കണം. ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് ക്രൈസ്തവ രാജ്യങ്ങളിൽ ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്ന് പറഞ്ഞത് ദൈവഭക്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ്. ദൈവം വിശുദ്ധിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആന്തരിക വിശുദ്ധി മാത്രമല്ല, ബാഹ്യവിശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സങ്കടകരമായിരിക്കുന്നൊരു കാര്യം എന്താണ്? പലരും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധിയില്ല എന്നുള്ളതാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാൻ കഴിയില്ല എന്നുള്ളത് അവരെ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തെ കാണുവാൻ ആന്തരികമായ വിശുദ്ധി മാത്രം മതിയെന്ന് ചോദിച്ചാൽ ആന്തരികമായ വിശുദ്ധിക്കാണ് ഒന്നാം സ്ഥാനം എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ശാരീരികമായ വിശുദ്ധി വേണ്ട എന്നർത്ഥമില്ല. ഞാൻ പഴയ നിയമകാലത്താണെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുമ്പോൾ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരേണ്ടത് ആവശ്യമായിരുന്നു. അവർക്ക് ദൈവം സീനായി പർവ്വതത്തിൽ പ്രത്യക്ഷനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞതാണ്, ദിനം 3 ദിവസം അവർ വസ്ത്രമലക്കി കുളിച്ച് വിശുദ്ധരായിരിക്കണം എന്നാണ് പറഞ്ഞത്. അവരെ വിശുദ്ധി പാലിക്കണമെന്നാണ്. കാരണം അവരുടെ ദൈവം അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനാകുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കർത്താവ് വരുമെങ്കിൽ നമുക്കും ഈ ശുദ്ധിയുടെ നിയമങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ധാർമ്മിക ശുദ്ധിയും എല്ലാം നമുക്ക് ആവശ്യമാണ്. ആത്മീയ ശുദ്ധി മാത്രം നമുക്ക് പോരാ. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ. ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. പാപത്തെ വെറുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലും ശുദ്ധി ആവശ്യമാണ്. കുളിച്ച് വൃത്തിയായി നല്ല ക്ലീനായിട്ടുള്ള വസ്ത്രം, വിലയേറിയ വസ്ത്രം എന്നുള്ളതല്ല, ക്ലീനായിട്ടുള്ള ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് ദൈവസന്നിധി വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവം ഈ വിധത്തിലുള്ള പ്രമാണങ്ങൾ പഴയ നിയമകാലത്ത് കൊടുത്തപ്പോൾ അതിനെ ബദലായിട്ട്, അതിനെ സമമായിട്ട് പുതിയ നിയമ കാലത്ത് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ നാം മുറുകെ പിടിക്കുകയും നാം അതിനെ വിലയേറിയതായി കാണുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധി ആത്മിക വിശുദ്ധി മാത്രമല്ല, ശരീരത്തിൻ്റെ വിശുദ്ധിയും അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാം. ശരീരത്തിലും ആത്മാവിലും വിശുദ്ധരാകുക എന്നുള്ളതാണ്. ശരീരത്തിലെയും ആത്മാവിലെയും സകല മാലിന്യവും കന്മഷവും മാറ്റി ശുദ്ധീകരിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും കർത്താവിൻ്റെ നാളിൽ വിശുദ്ധരായി കാണേണ്ടതെന്നാണ്. നമ്മുടെ ദേഹദേഹി ആത്മാക്കളുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമുക്ക് അവഗണിക്കാതെ ജീവിക്കാം. ദൈവം അതിൽ നമ്മെ സഹായിക്കട്ടെ.